Hello guys, welcome to Srimaths. Today we are going to study the portion sets in 11th class. Sets in 11th class. അതായത് നമുക്ക് a set, from that word a set means a collection, a group. The word set means a collection, a group എന്നൊക്കെ പറയാം. That is collection of numbers, collection of things, etc. എന്തായാലും സെറ്റ്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ സെറ്റ്? ഒരു സെറ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഗ്രൂപ്പ്, കളക്ഷൻ. എ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് objects. A well-defined, a set is a well-defined collection of objects. Set is a well-defined collection of objects. അതായത് ആ വെൽ ഡിഫൈൻഡിന് പ്രാധാന്യമുണ്ട്. വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ്, വ്യക്തത ഉണ്ടായിരിക്കണം അതിൽ, സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിരിക്കണം. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. Example, set of prime numbers less than 10. Where is it? Set of odd numbers up to 10. 10 വരെയുള്ള odd numbers. വേറൊരു എക്സാമ്പിൾ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇൻ ഷോർട്ട്, വാട്ട് ഈസ് എ സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. വെൽ ഡിഫൈൻഡ്, അവിടെ അതിനാണ് പ്രാധാന്യം. വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം, വ്യക്തത ഉണ്ടായിരിക്കണം. വെറുതെ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. Well-defined collection of objects. Set is a well-defined collection of objects. Example, set of positive integers. Set of positive integers. The set of even numbers less than 12. The set of letters in the word police. പോലീസ് എന്ന വാക്കിലെ ലെറ്റേഴ്സ്, അതായത് സെറ്റ് POLICE, ഈ സെറ്റ്. In short, a set is a well-defined collection of objects. That is, നല്ല വ്യക്തമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതിനാണ് നമ്മുടെ പ്രാധാന്യം. വെറുതെ കുറേ ഗ്രൂപ്പ് അങ്ങ് പറഞ്ഞെന്ന് വിചാരിച്ചാൽ സെറ്റ് ആവില്ല. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. ഒരു പ്രിലിമിനറി എന്ന പോലെ ഞാനൊന്ന് ചെറുതായിട്ട് പറയാൻ, നമ്പർ സിസ്റ്റം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര. ഹോൾ നമ്പേഴ്സ് 0, 1, 2, 3, 4 എക്സെട്ര. ഇൻറ്റിജേഴ്സ്. ഇതെല്ലാം ബേസിക്കായിട്ട് മനസ്സിലാക്കിയാൽ ഇതിനകത്ത് ടേംസ് പറയുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ്, 0 നെഗറ്റീവ് നമ്പേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും വരും, 0യും വരും, എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും വരും. പോസിറ്റീവ് നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്, അത് ഷോർട്ടായിട്ട് പറയുന്നുള്ളതേ ഉള്ളൂ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. റാഷണൽ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് ഓഫ് ദ ഫോം P/Q where P and Q are integers. Integers Z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. P and Q are integers ആയി ഇവിടെ എഴുതുന്നു. And Q not equal to 0.
ഇറാഷണൽ നമ്പേഴ്സ്. ഷോർട്ടിൽ ആദ്യം ഇതിൻ്റെ ഒരു ബേസിക് ഇതായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇറാഷണൽ നമ്പേഴ്സ് ആർ നമ്പേഴ്സ് ഓഫ് ദ ഫോം √2, √3, √5 etc. ഇറാഷണൽ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് റാഷണൽ, ദാറ്റ് ഈസ് ഇറാഷണൽ. നെക്സ്റ്റ് കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് എല്ലാവർക്കും അറിയാം. കൗണ്ടിങ് നമ്പേഴ്സ് 1, 2 എന്ത് തിങ്സും കൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ 1, 2, 3 അങ്ങനെ ആ കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സും കൗണ്ടിങ് നമ്പേഴ്സ്. നെക്സ്റ്റ് വാട്ട് ഈസ് എ സെറ്റ്? എ സെറ്റ് ഈസ് എ well-defined collection of objects. ആ വെൽ ഡിഫൈൻഡ് എന്നുള്ളതിനാണ് പ്രാധാന്യം. വെറുതെ അങ്ങ് കുറേ ഒരു ഗ്രൂപ്പ് പറഞ്ഞാൽ അത് സെറ്റ് ആകില്ല. അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എങ്ങനെയുള്ള സെറ്റാണ് എന്താണെന്നുള്ളത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ദെൻ യൂഷ്വലി സെറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സെറ്റ്സ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് കാണിക്കുന്നത്. ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. A, B, C, P, Q etc. Capital letters. Usually sets are always denoted by capital letters. And elements of a set. ഓരോ അംഗങ്ങളും സെറ്റ്സിൽ കുറേ എലമെൻറ്റ്സ് കാണുമല്ലോ. എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ ഡിനോട്ടഡ് ബൈ സ്മാൾ ലെറ്റേഴ്സ്. It is A, B, C, D etc. Small letters. Then what is a set? A set simply means a collection or a group. എങ്ങനെയുള്ള കളക്ഷൻ? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഞാൻ കുറേ എക്സാമ്പിളൊക്കെ പറഞ്ഞു. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ്. ഫൈനൈറ്റ് സെറ്റ്സും ഉണ്ട്, ഇൻഫിനിറ്റ് സെറ്റ്സും ഉണ്ട്. ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ അതിലെ എണ്ണി തീർക്കാൻ പറ്റും. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും. A set is a well-defined collection of objects. Usually sets are represented by capital letters A, B, C, P, Q etc. Elements and its elements. ഓരോ മെമ്പേഴ്സിനെയും ഓരോ എലമെൻസിനെയും നമുക്ക് സ്മാൾ ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇവിടെ എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെറുതെ കുറേ ഗ്രൂപ്പ് പറഞ്ഞാലും സെറ്റ് ആകണമെന്നില്ല. Usually sets are represented by capital letters A, B, C, D, P, Q etc. Its elements are denoted by small letters A, B, C, D etc. ഇവിടെ പറഞ്ഞേക്കാം. A set is a well-defined കളക്ഷൻ ഓഫ്, നല്ല വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഇനി ഈ സെറ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് 2 ടൈപ്സിൽ റെപ്രസെൻ്റ് ചെയ്യാം. വി ക്യാൻ റെപ്രസെൻറ്റ്, ആദ്യം പറഞ്ഞു സെറ്റ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എ, ബി, സി എക്സെട്ര. Elements are denoted by small letters. We can represent sets in 2 forms. രണ്ട് തരത്തിലെ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. വി ക്യാൻ റെപ്രസെൻറ്റ് സെറ്റ്സ് ഇൻ 2 ഫോംസ്. ഏതൊക്കെയാണ്? 1 റോസ്റ്റർ ഫോം ആൻഡ് 2 set builder form. 1 roster form and 2 set builder form. A set is a well-defined collection of objects. Sets are always denoted by capital letters. We can represent sets in 2 forms. That is 1 roster form and next set builder form. ഇനി roster form എന്താണ്, set builder form എന്താണെന്ന് നോക്കാം.
റോസ്റ്റർ ഫോം. ഈ റോസ്റ്റർ ഫോമിലെ എല്ലാ എലമെൻസും ലിസ്റ്റ് ചെയ്ത് പറഞ്ഞേക്കും, സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഇൻ റോസ്റ്റർ ഫോം ഓഫ് എ സെറ്റിൻ്റെ റോസ്റ്റർ ഫോമിൽ all elements are listed and എല്ലാം ലിസ്റ്റ് ചെയ്ത് പറഞ്ഞേക്കും ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. കോമ ഇട്ട് പറഞ്ഞേക്കും. അതായത് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സോ ഓഡ് നമ്പേഴ്സോ ഏത് വേണേലും എഴുതാം, നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. അപ് ടു 10 വരെയുള്ള 10 വരെ വരുന്ന ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 3 അപ് ടു എന്നോ ലെസ് ദാനോ 1 3 5 7 9 കണ്ടോ. ഈ റോസ്റ്റർ ഫോമിൽ എലമെൻറ്റ്സ് ഇതിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് എഴുതിയിരിക്കും. അതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ റോസ്റ്റർ ഫോം the set of all elements, roster form of a set. All elements are listed and separated by commas. Next, set of vowels in English alphabet. ഇംഗ്ലീഷ് വവൽസ് അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയുള്ള അക്ഷരങ്ങൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാൻ നോക്കാം. എ ഇ ഐ ഒ യു. സെറ്റ് ഓഫ് letters in the word police. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു തവണ എഴുതിയാൽ മതി. റിപ്പീറ്റ് ചെയ്യുന്ന ഇത് വേറൊരെണ്ണം നോക്കാം. കുറേ എക്സാമ്പിൾസ്. ഇപ്പോൾ റോസ്റ്റർ ഫോമിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. പോസിറ്റീവ് ഇൻഡിജേഴ്സിൻ്റെ സെറ്റ്, അതായത് 1 ലിസ്റ്റ് ചെയ്ത് പറയാം. പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ എല്ലാ സെറ്റ്. സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻഡിജേഴ്സ്. ഇനി ഒന്നും കൂടി പറയാം. Sets can be represented in two forms, roster form and set builder form. First is this roster form. In roster form of a set, all elements are listed and separated by commas. Example കുറേ പറഞ്ഞു. Next, set builder form. Set builder form. Second method, set builder ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്ത് പറയൂല. ഒരു സിംഗിൾ ഇൻ എ സെറ്റ് ബിൽഡർ ഫോം ഓൾ ദ എലമെൻറ്റ്സ്, അല്ല എല്ലാ അംഗങ്ങളും, ഓൾ ദ എലമെൻറ്റ്സ് ഹാവ് എ കോമൺ പ്രോപ്പർട്ടി. അതിനൊരു എല്ലാ എലമെൻസിനും ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ടാവും. അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും ആ പ്രോപ്പർട്ടി, സിംഗിൾ കോമൺ പ്രോപ്പർട്ടി. ദെൻ 2 4 6 ഇത് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 8. ഇത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതും? ഇത് റോസ്റ്റർ ഫോമാണ്. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതും? സെറ്റ് ഓഫ് എക്സ് എന്നോ വൈ എന്നോ ഇഷ്ടമുള്ള വേരിയബിൾ എടുക്കുക. എക്സാന്ന് കോമൺ ആയിട്ട് പറയാം. എക്സ് സച്ച് ദാറ്റ്, എക്സിൻ്റെ പ്രത്യേകത പറയണം. ഇതെല്ലാം കോമൺ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് ഈവൻ നമ്പറാണ്. എക്സ് ഈസ് ആൻ ഈവൻ നമ്പർ ലെസ് ദാൻ
8. The set builder form ആയി. X is an even number less than 8. വേറെ set builder form. Next. Set of vowels നമ്മൾ പറഞ്ഞത് set builder ഫോമിൽ എങ്ങനെ എഴുതും? Set X such that X is a vowel in, അതാണ് കോമൺ പ്രോപ്പർട്ടിയാണ് വവ്വൽ എന്ന് പറയുന്നത്. അതാണ് കോമൺ പ്രോപ്പർട്ടി പറയുന്നത് എല്ലാ എലമെൻസിനും ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എക്സ് സച്ച് ദാറ്റ്, എക്സ് ഒരു വേരിയബിൾ പറയും, ആ വേരിയബിളിൻ്റെ പ്രത്യേകത ആ സിംഗിൾ പ്രോപ്പർട്ടി എന്താണെന്ന് എടുത്തു പറഞ്ഞിരിക്കും. ഈ സെറ്റിന് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഈ തന്നേക്കുന്നതിൽ ഏതൊക്കെയാ സെറ്റ് വെൽ ഡിഫൈൻഡിൻ്റെ ഒന്നും കൂടെ ഒന്ന് പറയാം നമുക്ക്. സെറ്റ് ഓഫ് ഗുഡ് റൈറ്റേഴ്സ് ഇൻ മലയാളം. ഗുഡ് റൈറ്റേഴ്സ് ഇൻ മലയാളം അത് സെറ്റാണോ നോക്കാം നമുക്ക്. Set of beautiful girls in standard 9. ഇതൊന്നും സെറ്റല്ല, കാരണം ദിസ് ക്യാൻ വേരി ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. അക്കോർഡിംഗ് ടു മീ എ ഗുഡ് റൈറ്റർ, he is not a good writer to others. That is vary. This property vary from individual to individual. Therefore this is not a set. ഇത് സെറ്റ് അല്ല. അതാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞത്. അതുപോലെ ഇത് ബ്യൂട്ടി അതുപോലെയാണ്. ബ്യൂട്ടിയും ഡിപ്പെൻസ് ഓൺ വേരീസ്. ബ്യൂട്ടി ഓൾസോ വേരീസ്. അക്കോർഡിംഗ് ടു മീ എ ഗേൾ ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ ടു അതർ. These are not sets. They are not well defined. Next. ഈ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്, ഒരു സെറ്റിൻ്റെ എലമെൻറ്റ്സ് എന്തുവാന്ന് നോക്കാം. അതിലെ അംഗങ്ങളാണ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്. സെറ്റ് ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്ററിലാണെന്ന് പറഞ്ഞു. ഇവിടെ എ 2 4 ഇത് എലമെൻറ്റ്സ് ആണ്. 2ഉം 4ഉം എലമെൻ്റ് എന്നുള്ള ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. സി പോലെ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വര, അതാണ് ഡിനോട്ട് ചെയ്യുക. എലമെൻറ്റ് ഓഫ് എ. 2ഉം 4ഉം എയിലെ എലമെൻറ്റ് ഓഫ് എന്നാണ് ഇത് വായിക്കുക. ഈ സിമ്പൽ എലമെൻറ്റ് ഓഫ്. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എന്നുള്ളതിന് അതിൻ്റെ പുറത്തൊന്ന് കട്ട് ചെയ്താൽ മതി. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ്. ഇവിടെ 0, ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരും. ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. 0 എന്ന് പറയുന്ന ഈ എലമെൻറ്റ് എയിൽ ഇല്ല. എലമെൻറ്റ് ഓഫ് എന്നുള്ളത് കാണിക്കുന്നത് ഈ സിമ്പൽ കൊണ്ടാണ്. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എന്നത് അങ്ങനെ എഴുതിയിട്ട് കട്ട് ചെയ്യുക. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ്. ഹിയർ ദ എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ സെറ്റ് 1 2 3 4 5, then 2 and 4 are elements of A. ദ എലമെൻറ്റ്സ് ഓഫ് എന്നുള്ളത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. നോട്ട് എലമെൻറ്റ് ഓഫ് എന്നുള്ളത് ഇങ്ങനെ, അതിൻ്റെ പുറത്തൊരു കട്ട്. അപ്പോൾ ഇവിടെ 0 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. 2 and 4 ഈസ് ആർ എലമെൻറ്റ്സ് ഓഫ് എ. അതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ്, ഈക്വൽ സെറ്റ്സ്. 2 സെറ്റ്സ് എപ്പോഴാണ് ഈക്വൽ എന്ന് പറയുന്നത്? 2 സെറ്റ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ. 2 സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ are all the elements of B.
എയിലെ എല്ലാ എലമെൻസും ബിയിലെ എലമെൻസ് ആണെങ്കിൽ നമ്മൾ ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. എയും ബിയും. ദെയർഫോർ എ ആൻഡ് ബി ആർ ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. എയിലെ എലമെൻസ് എല്ലാം എടുത്ത് നോക്കുക. അത് ബിയിലെ എലമെൻസ് എല്ലാ എലമെൻസും ആണെങ്കിൽ എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഈക്വൽ ആൻഡ് ഈക്വൽ ടു ബി. നെക്സ്റ്റ് സബ്സെറ്റ്സ്. സബ്സെറ്റ്സ് എന്നുള്ളതിന് നമുക്ക് ആ പേരിൽ തന്നെ അറിയാം കുറച്ച്. സബ്സെറ്റ്സ് എന്താണ്? സബ്സെറ്റ്സ് എക്സാമ്പിൾ എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 0 1 2 3 4 5 6. A equal to set 1 2 3 and B equal to 0 1 2 3 4 5 6. ഈ എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ടാകണം. ബി ഒരു വലിയ സെറ്റുമാണ്. If all the elements of എയിലെ എല്ലാ അംഗങ്ങളും if all the elements of A are in B, then we say that A is a subset of B. ഇവിടെ ചെറിയ സെറ്റാണ് സബ്സെറ്റ് എന്ന് പറയാം. A is a subset of B and is denoted by subset. ഈ സി എഴുതുന്ന പോലെ A is a subset of B. തിരിച്ച് B ആണ് വലിയ സെറ്റ്. വലിയതെന്നുള്ളതിന് സൂപ്പർ. നമ്മൾ ആ പേരിൽ തന്നെ B is a super set of A. A is a subset of B and B is a super set of A. സൂപ്പർ സെറ്റ് എന്ന് പറയുമ്പോൾ തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിടാം. സൂപ്പർ സെറ്റ് ഓഫ് എ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദാറ്റ് ഈസ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ ആർ ഇൻ ബി. എലമെൻറ്റ്സ് ഓഫ് ബി. ബി ഈസ് എ ലാർജർ സെറ്റ്. ലാർജർ സെറ്റിനെ സൂപ്പർ സെറ്റ് എന്നും സ്മാളർ സെറ്റിനെ സബ്സെറ്റ് എന്നും പറയുന്നു. എയിലെ എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടായിരിക്കണം. എ ഈസ് സബ്സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് സി എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സൂപ്പർ സെറ്റ് ഓഫ് എ. അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ? തിരിച്ചിടണം. ബി സൂപ്പർ സെറ്റ് ഓഫ് എ. ബി സൂപ്പർ സെറ്റ് ഓഫ് എ. സബ്സെറ്റ് ഒന്നുകൂടെ പറയാം. If all the elements of A are in the set B, elements of B, then we say that A is B larger set ആയിരിക്കും. A is a subset of B and is denoted by ഇങ്ങനെ C എഴുതുന്നു. A subset of B. A എന്ന് പറയുന്നത് സെറ്റ് എ ബി. ബി എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ഡി എന്ന് പറയും. അപ്പോൾ എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ടായിരിക്കണം. എ സബ്സെറ്റ് ഓഫ് ബി. തിരിച്ച് ബി സൂപ്പർ സെറ്റ് ഓഫ് എ. ബി വലുത്, അതുകൊണ്ടാണ് ബി സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി. എ സബ് എന്ന് പറയുമ്പോൾ ചെറുത് ഇതിൻ്റെ ഇതായിട്ട് വരും. അതാണ് അങ്ങനെ പേര് ഓർത്താൽ എളുപ്പമാണ്. ആൻഡ് ബി സൂപ്പർ സെറ്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ ദിസ്. നെക്സ്റ്റ് ഫൈനൈറ്റ് സെറ്റ്സ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സ്. ഫൈനൈറ്റ് സെറ്റ്സ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്. ആ പേരിൽ തന്നെ എന്താണ് ഫൈനൈറ്റ് സെറ്റ്സ് ഇൻഫിനിറ്റ് സെറ്റ്സ് എന്ന് നോക്കാം. എ സെറ്റ് വിത്ത് ഫൈനൈറ്റ് നമ്പർ, എണ്ണി തീർക്കാൻ പറ്റുന്ന എലമെൻസ് ആണെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് are called finite sets, otherwise infinite. A set which are not, a set which is not finite, അതായത് എണ്ണി തീർക്കാൻ പറ്റാത്ത ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, is called an infinite set.
ഇൻഫിനിറ്റ് സെറ്റ്. എണ്ണി തീർക്കാൻ പറ്റുന്ന പരിമിതമായിട്ടുള്ള എണ്ണി തീർക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ അതിനെ ഫൈനൈറ്റ് സെറ്റ്സ് എന്നും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ്, അതായത് ഫൈനൈറ്റ് അല്ലാത്തതിനെ ഇൻഫിനിറ്റ് സെറ്റ്സ് എന്നും പറയാം. എക്സാമ്പിൾ, ഫൈനൈറ്റ് സെറ്റ്, സെറ്റ് 1 2 3 ഫൈനൈറ്റ് ആണ്. ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എണ്ണി തീർക്കാൻ പറ്റുമോ? ഇല്ല, ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇൻഫിനിറ്റ് സെറ്റാണ്, അതായത് സെറ്റ് ഓഫ് 1 2 3 4 എക്സെട്ര അങ്ങ് പോകും. ഇനി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്, അതും ഇൻഫിനിറ്റിയിലേക്ക് പോകും. 1 2 3 എക്സെട്ര. ഇനി സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് എല്ലാം ഇൻഫിനിറ്റ് ആണ്. ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളത് ഫൈനൈറ്റ് സെറ്റ്സ് എന്നും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള ഇൻഫൈനൈറ്റ് സെറ്റ്സ് എന്നും പറയുന്നു. empty set or null set. Empty set or null set. A set which have no element in it. Which have no element. Null empty എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിലുണ്ട്. ആ സെറ്റിൽ ഒരു എലമെൻറ്റും കാണത്തില്ല. ഈസ് നോൺ ആസ് empty set or null set. ഒരു പേരും കൂടെ ഉണ്ട് അതിന്. or void set. Void. Empty set, null set or void set. A set which have no element in it is known as empty set, null set or void set. Null set is denoted by, null set or empty set, null set is denoted by 5. ഇതിൽ ഒന്നും ഇല്ലാത്ത സെറ്റ് 5. A set which have only one element. One element is known as singleton test. Singleton set. അതാ പേരിൽ തന്നെ ഉണ്ട്, സിംഗിൾ, ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള സെറ്റ്. അത് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പവർ സെറ്റ്. പവർ സെറ്റ് ഒരു സെറ്റ് തന്നാൽ അതിൻ്റെ ഈ വേറെ ഈ empty സെറ്റ് അല്ലേ, 5 എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് 5. സബ്സെറ്റ് ഓഫ് 5 ഓർ empty സെറ്റ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് 5. നൾ സെറ്റ് ഓഫ് 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് സെറ്റ് 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ് ആ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. 5 അതുപോലെ empty സെറ്റും ആ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി നമ്മളൊരു സെറ്റ് തന്നാൽ അതിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതും. ആ സബ്സെറ്റുകളുടെ ഗ്രൂപ്പിനെ പവർ സെറ്റ് എന്ന് പറയുന്നു. പവർ സെറ്റ്. പവർ സെറ്റ് ദ കളക്ഷൻ മീൻസ് ഗ്രൂപ്പ്. കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ്. ഒരു സബ്സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനെ നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് നോൺ ആസ്
ഇറ്റ്സ് പവർ സെറ്റ്. വാട്ട് ഈസ് പവർ സെറ്റ്? അതിന് പോസിബിളായിട്ടുള്ള എല്ലാ സബ്സെറ്റുകളും എഴുതുക. സബ്സെറ്റുകളുടെ സെറ്റ്. കളക്ഷൻ ഓഫ് all subsets of a set is known as power set. The power set of A is denoted by P of A. P of A എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ. P of B എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് ബി. ഈ ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളും എഴുതുക. അതിൻ്റെ സെറ്റ്, അതായത് കളക്ഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് നോൺ ആസ് പവർ സെറ്റ്. ആൻഡ് ഫോർ എക്സാമ്പിൾ, എ ഈക്വൽ ടു സെറ്റ് എ ബി സി, റൈറ്റ്? പി എ പവർ സെറ്റ് ഓഫ് എ. We have studied null set. Phi is a subset of every set. Therefore, first subset. Set phi. സെറ്റ് എ, ആ സെറ്റുകളുടെ സബ്സെറ്റുകളുടെ ഗ്രൂപ്പാണ് പവർ സെറ്റ്. സബ്സെറ്റുകളുടെ ഗ്രൂപ്പ്. സെറ്റ് എ ഓൾ പോസിബിൾ സബ്സെറ്റ്സ് എല്ലാം എഴുതും. സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി, സെറ്റ് എ ബി സി. ഇതെല്ലാം കൂടെ വരുന്നതാണ് പവർ സെറ്റ്. ഇവിടെ പറയാം, ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. സെയിം സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഈ സെറ്റ് ഇതിൻ്റെ സബ്സെറ്റാണ്, ഫൈയും ഇതിൻ്റെ സബ്സെറ്റാണ്. പിന്നെ പോസിബിൾ ആയിട്ടുള്ള ഓരോ എലമെൻറ്റ്, ഇപ്പം എ എലമെൻ്റ് ഓഫ് എ ആണ്. അപ്പോൾ എ സെറ്റ് എ എന്ന് പറയുന്നത് സബ്സെറ്റാണ്. എ എന്ന് പറഞ്ഞാൽ എലമെൻ്റ് ഓഫ് എ ആണ്, ഇതിനകത്തുള്ള അംഗമാണ്. അതേസമയം സെറ്റ് എ എന്ന് പറഞ്ഞാൽ എയുടെ സബ്സെറ്റാണ്. സെറ്റ് വന്നു, സെറ്റ് എയുടെ സബ്സെറ്റ്. അപ്പോൾ ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇനി സെറ്റ് എ എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ആണല്ലോ. സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് എ ബി, സെറ്റ് എ സി, സെറ്റ് ബി സി ആൻഡ് സെറ്റ് എ ബി സി എല്ലാം അതിൻ്റെ സെറ്റ്. എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റാണ് ഫൈ. ഇത് എ എലമെൻ്റ് ഓഫ് ഇതാണ്. അതുകൊണ്ട് സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. റിമെമ്പർ ദാറ്റ് എ ഈസ് ആൻ എലമെൻ്റ് ഓഫ് എ, ബി ഈസ് ആൻ എലമെൻ്റ് ഓഫ് എ, ബട്ട് സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇത് സെറ്റാണല്ലോ, അതിനകത്തുള്ള ആ ഇതിലുള്ള എലമെൻറ്റ് ഇതിലുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് എ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. കാരണം എ ബി എന്ന് പറയുന്നത് ഇതിൽ എലമെൻറ്റ്സ് ആണ്. വാട്ട് ഈസ് പവർ സെറ്റ്? പവർ സെറ്റ് ഈസ് ദ collection or set. Collection means set, group. Set of all subsets of a set. The power set of A is denoted by PA. അങ്ങനെ എത്ര സെറ്റ് തന്നാലും നമുക്ക് അതിലെല്ലാം സബ്സെറ്റുകളുടെ ഗ്രൂപ്പിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. Then listen here once more. What is a set? നമുക്ക് ആ പോയിന്റ്സ് അല്ല എഴുതാം. സെറ്റ് റിക്കളക്ട് ചെയ്യാം, പോയിന്റ്സ് അല്ല. സെറ്റിൻ്റെ ഡെഫിനിഷൻ: സെറ്റ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. Set is a well-defined collection of objects. Example: set of counting numbers, set of natural numbers, set of odd numbers, set of prime numbers, set of letters in the word Malayalam, etc. Then a set can be represented, points മാത്രം എഴുതുകയാണ്, represented in two forms. Roster form and
set builder form. Roster form and set builder form. Roster form, elements are listed and points മാത്രം എഴുതുന്നത് separated by commas. Set builder form, in set builder form all the elements have a single common property. Common property, ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും ഇതിന്. അത് ഫോർ എക്സാമ്പിൾ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10, എക്സ് ഈസ് ആൻ ആൽഫബറ്റ് ഓഫ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. Set builder form, all the elements have a common property. Then a set is a well-defined collection. Well-defined, വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കും. Well-defined collection of objects. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല സെറ്റ് അല്ല. A set can be represented in two forms, roster form and set builder form. Roster form and set builder form. In set builder form, every elements are listed separated by commas. Listed and separated by commas. Set builder forms, all the elements have a common property. Next, set A. Always sets are അടുത്ത പോയിന്റ്. Sets are denoted by capital letters, that is A, B, C, etc. The elements of a set are denoted by small letters. Elements of a set are denoted by small letters. This A, B, C, D, etc. Sets are always represented by capital letters A, B, C, etc. Elements of a set are denoted by small letters. Next, subsets. If all the elements of A are the elements of B, എയിലെ എല്ലാ എലമെൻസും ബിയിലെ എലമെൻസ് ആണെങ്കിൽ, ബി വലിയ സെറ്റും ആണെങ്കിൽ, we said that A is a subset of B. Subset ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെ സി എന്നുള്ള അക്ഷരം പോലെ. Then sets are denoted by capital letters A, B, C, etc. Elements are denoted by, elements of a set are denoted by small letters. Subsets, example, subsetine set A, B, C. A equal to set A, B, C and B equal to set A, B, C, D, E and F. എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ട്. ബി വലിയ സെറ്റുമാണ്. അതുകൊണ്ട് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, അല്ലെങ്കിൽ ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ചെറിയ സെറ്റ് സബ്സെറ്റും വലിയ സെറ്റ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ബി സൂപ്പർ സെറ്റ്, അത് തിരിച്ചിടുന്നു, സി എന്നുള്ള തിരിച്ച്. ബി സൂപ്പർ സെറ്റ് ഓഫ് എ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ബി വലിയ സെറ്റ്, സബ്സെറ്റ്. എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ടായിരിക്കണം. നെക്സ്റ്റ്, എ എന്ന് പറയുന്ന ഒരു സെറ്റ്
1 2 3 4 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 ആണ്. 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. എലമെൻറ്റ് എന്നുള്ള ഇങ്ങനെ എലമെൻറ്റ്. നോട്ട് ഇതിലെ അംഗത്തെയാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എന്നുള്ളത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ചോദിക്കുക. 0 ഈസ് ഡാഷ്. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് എലമെൻറ്റ് നോട്ട് എലമെൻറ്റ്. 0 എലമെൻറ്റ് ഓഫ് എ ആണോ? അല്ല, ഇതിലില്ല. അതുകൊണ്ട് നമ്മൾ നോട്ട് ആൻ എലമെൻറ്റ്. എലമെൻറ്റ് ഓഫ് എന്നുള്ളത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. എലമെൻ്റ് അല്ല എങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് കട്ട് ചെയ്യുന്നു. നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ് ഓർ വോയിഡ് സെറ്റ്. 3 പേരുണ്ട്. നൾ സെറ്റ് എന്ന് പറഞ്ഞാലും എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാലും വോയിഡ് സെറ്റ് എന്ന് പറഞ്ഞാലും ഒന്നിനാണ്. മെയിൻ പോയിന്റ്സ് മാത്രം പറയാം. എ സെറ്റ് വിച്ച് ഹാവ് no elements in it is known as null set. ഇനി 3 പേരുണ്ട്. ഓർ എംപ്റ്റി സെറ്റ് ഓർ വോയിഡ് സെറ്റ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദിസ് ഓർ ദിസ്. ഇതിൽ എലമെൻറ്റ്സ് ഒന്നുമില്ലല്ലോ. ഇതിനെ ഫൈ എന്ന് പറയും. ദെൻ അനദർ പോയിന്റ്, മെയിൻ പോയിന്റ് ഈസ് Phi is a subset of every set. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് ഫൈ, അല്ലെ എംപ്റ്റി സെറ്റ്. ഒക്കെ പോയിൻറ്റ്സ് ആണ്, ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ് ആണ്. Phi is a subset of every set. Empty set is a subset of every set. A set is always a subset of that set. Null set, empty set or void set. A set which have no elements in it is known as null set, empty set or a void set. Null set in example പറയാലോ. null set ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഫൈ അല്ലെങ്കിൽ ഇങ്ങനെ. null set in example പറയാം. set of even numbers between 3 and 4. 3ക്കും 4നും ഇടയ്ക്ക് ഈവൻ നമ്പേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ അത് എംപ്റ്റി സെറ്റാണ്. Set of prime numbers less than 2. 2-നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. 2 ആണ് ഏറ്റവും ചെറുത്. അതുകൊണ്ട് അത് എംപ്റ്റി സെറ്റാണ്. അങ്ങനെ എലമെൻറ്റ്സ് ഇല്ലാത്തതിനെയാണ് എംപ്റ്റി സെറ്റ്. ഇനി റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ഒരു സെറ്റ് തരുക. എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഇനി എല്ലാ സബ്സെറ്റുകളും എഴുതാം നമുക്ക്. സബ്സെറ്റ്സ്, all possible subsets, എല്ലാ സബ്സെറ്റും എഴുതാം. Phi is a subset of every set. ഇനി സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1 2, സെറ്റ് 2 3, സെറ്റ് 1 3 and set 1 2 3. These are all possible. I have written all subsets of this set A. Phi is a subset of every set. That set is also a subset of every set. Then ഓരോന്നും എഴുതാം. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഒരു എലമെൻ്റ് ഉള്ള സെറ്റിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. സെറ്റായിട്ട് എടുക്കാം. 2 എലമെൻറ്റ്സ് പെയർ ചെയ്ത് 1 2 2 3 1 3. ദെൻ 1 2 3 1 3. 3 ആണ്. ദെൻ ഇങ്ങനെയുള്ള സെറ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് പവർ സെറ്റ് എന്ന് പറയുന്നത്. പവർ സെറ്റ്. ഈ സബ്സെറ്റുകൾ എഴുതിയിട്ട് അതിൻ്റെ എല്ലാ കളക്ഷൻ പവർ സെറ്റ് ഓഫ് എ ആണിത്. പി ഓഫ് എ. അതായത് ആദ്യം എല്ലാ സബ്സെറ്റുകളും എഴുതും. അതിൻ്റെ സെറ്റ്, അതിൻ്റെ ഗ്രൂപ്പ്
That is power set of a set is the collection of all the subsets. അതെല്ലാം കൂടെ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഞാൻ പവർ സെറ്റ് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു വെരി മച്ച്.